പൊട്ടിച്ചട്ടി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ മുറ്റത്തുള്ള ഇതുപോലത്തെ ചരക്കല്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ചെടിച്ചട്ടി എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഇവിടെ മോൾഡായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാ വെള്ളം മുക്കുന്ന കപ്പാണ്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു റോളറാണ്. ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പർ ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു റോളറാണ്. ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ സാധാ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻജിൻ്റെ യൂസർ ഓയിലാണ്. നിങ്ങൾക്ക് കുക്കിംഗ് ഓയിലൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള സിമെൻറ്റ് എടുക്കുക. നമുക്ക് ഗ്രൗട്ട് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ കോട്ട് അല്ലെ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഗ്രൗട്ട് നല്ല തിക്കായിട്ടുള്ള കട്ടിയായിട്ടുള്ള ഗ്രൗട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ലൂസ് ആവരുത്. നല്ല കുഴമ്പ് രൂപത്തിൽ എന്നാൽ അത്യാവശ്യം ഒരു പേസ്റ്റ് ആയിട്ടുള്ള രൂപത്തിലുള്ള ഗ്രൗട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒട്ടും വെള്ളം ഓവറാവാൻ പാടില്ല. ഓക്കെ, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ തെർമോക്കോൾ ഉപയോഗിച്ചിട്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ 1/2 ഇഞ്ചോളം തിക്കുള്ള ഒരു തെർമോക്കോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വേണ്ടത് ചെറിയൊരു മെഴുകുതിരിയുടെ കഷ്ണമാണ്. അതും ഒരു ചെറിയ ഈർക്കിളി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് തറച്ച് കൊടുക്കുക. ഇതുപോലെ ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചട്ടിക്ക് ഹോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മളിത് കപ്പിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ കപ്പിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ കലക്കി വെച്ചിട്ടുള്ള ഗ്രൗട്ട്, കട്ടിയായിട്ടുള്ള ഗ്രൗട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഈ മെഴുകുതിരിയുടെ കവർ ചെയ്യുന്ന അത്ര രൂപത്തിൽ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. അതായത് മെഴുകുതിരിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3/4 ഇഞ്ച് 1/2 ഇഞ്ചിൻ്റെ മുകളിൽ വേണം. എന്നെങ്കിലും നമ്മുടെ ഹോൾ, അതായത് നമ്മുടെ ഈ പോട്ടിൻ്റെ ഫ്ലോറിൻ്റെ ഒരു തിക്കാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കുക. വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഗ്രൗട്ട് നന്നായിട്ട് ഈ തെർമോക്കോളിൻ്റെ അകത്തോട്ട് ക്യാപ്പിലോട്ട് ഇറങ്ങി നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് ഇതുപോലെ വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള നമ്മുടെ ഗ്രൗട്ടും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള തന്നെ വേണം. കാരണം ഒരുപാട് ലൂസായിട്ട് നിൽക്കാൻ പാടില്ല. ലൂസായിട്ട് നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ തെർമോക്കോൾ ഇതിൻ്റെ മുകളിലൊക്കെ പൊങ്ങി വരും. കാരണം വെള്ളത്തിൽ തെർമോക്കോൾ നിൽക്കില്ലല്ലോ, പൊങ്ങിയിട്ട് നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കട്ടിയായിട്ടുള്ള തിക്കായിട്ടുള്ള ഗ്രൗട്ട് വേണമെന്ന് പറയുന്നത്. ഇതുപോലെ നന്നായിട്ട് തന്നെ വൈബ്രേറ്റ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ചരക്കൽ വേറെ പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി വെക്കുക ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഗ്രൗട്ട് ഇനി രണ്ടാമത്തെ കെട്ടാണ്. അപ്പോൾ നമ്മൾ ഗ്രൗട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കുറച്ച് ലൂസാവാം, കുറച്ച് അധികം ലൂസായിട്ട് തന്നെ നിൽക്കാം. കാരണം നമ്മൾ ഈ ഗ്രൗട്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ചരക്കല്ലിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കോൺക്രീറ്റ് പോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ നല്ലപോലെ മിക്സ് ആണ്. ഇതുപോലെ കണ്ടോ, നല്ല ലൂസായാലുള്ളൂ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്നെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ കവർ ഉപയോഗിച്ചിട്ടോ നിങ്ങൾ മിക്സ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കപ്പ് മോൾഡ് എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിലോട്ട് നേരത്തെ ഞാൻ റോൾ ചെയ്തുണ്ടാക്കിയിട്ടുള്ള ആ റോളറിൽ നമ്മൾ എണ്ണ പുരട്ടുക. അതായത് ഞാൻ ഇവിടെ എൻജിൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, അത് പുരട്ടുക. ഓക്കെ, ഇതുപോലെ നല്ലപോലെ അപ്ലൈ ചെയ്യുക. ഇതുപോലെ നല്ലപോലെ അപ്ലൈ ചെയ്യുക. ഇനി അതിലോട്ട് ഇറക്കി വെക്കുക. സെൻറ്ററായിട്ട് തന്നെ ഇറക്കി വെക്കുക. ഇനി നമ്മുടെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ മിക്സ് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഈ കപ്പിൻ്റെ 4 സൈഡിലോട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വലിയ കല്ലൊന്നും ഉപയോഗിക്കരുത്, ഒരു മീഡിയം കല്ല്. അതായത് ഇതിലോട്ട് ഇറങ്ങി നിൽക്കുന്ന രൂപത്തിൽ, അതായത് തട്ടി കൊടുക്കുമ്പോഴേക്ക് ഗ്യാപ്പിലോട്ട് ഇറങ്ങി നിൽക്കുന്ന രൂപത്തിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അതിന് മുൻപായിട്ട് ഞാൻ ഈ റോളറിൻ്റെ അകത്ത് കുറച്ച് മണൽ ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഒരു കനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നല്ലപോലെ ഈ കല്ല്
നല്ലപോലെ ഇളക്കി താഴത്തോട്ട് നമ്മൾ ആക്കി കൊടുക്കുക. ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ടോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ടോ നല്ലപോലെ ആക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ മുറ്റത്തുള്ള ചെറിയ ചെറിയ ചരക്കല്ലാണ്. ചെറിയ ചരക്കല്ല് കണ്ടോ, ഇതുപോലത്തെ പൊടി ചരക്കല്ല് നമുക്ക് ആവശ്യമാണ്. ഇതിലും നമ്മൾ ഗ്രൗട്ട് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്, ആ മിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്ത വലിയ കല്ലുകളുടെ ഇടയിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി, കാരണം അതിലൊക്കെ നല്ലപോലെ ഗ്യാപ്പ് വരും. അപ്പോൾ ആ ഗ്യാപ്പ് വരുമ്പോൾ നമ്മുടെ പോട്ടിൽ നല്ലപോലെ ഗ്യാപ്പായിട്ട് നിൽക്കും. അപ്പോൾ ആ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൊടിക്കല്ലുകൾ, ഈ ചെറിയ ചെറിയ കല്ല് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ നല്ലപോലെ എല്ലാ ഭാഗത്തോട്ടും ഇട്ട് കൊടുക്കുക. ഇത് അധികം ആവശ്യമൊന്നുമില്ല, കുറച്ച് കല്ലിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. ഇനി നമ്മൾ നല്ലപോലെ ഇതുപോലെ നന്നായിട്ട് അടിയിലോട്ട് പിന്നെ ഇളക്കി ഇളക്കി കൊടുത്ത് ഗ്യാപ്പിലോട്ടൊക്കെ അത് ഇറങ്ങി നിൽക്കണം. ഗ്യാപ്പൊക്കെ ഫില്ലാവുന്ന രൂപത്തിൽ വേണം നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി ഇളക്കി അടിയിലോട്ട് ഗ്യാപ്പിലോട്ട് ഇറക്കാനായിട്ട്. ഓക്കെ, ഇനി കുറച്ചും കൂടി നമ്മൾ നേരത്തെ മിക്സ്, അതായത് വലിയ കല്ല് ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാണ്, ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ ഇടയിലോട്ട് വീണ്ടും നമ്മൾ ഈ ചെറിയ കല്ലുകൾ, പൊടി കല്ലുകൾ നമ്മൾ ഇട്ട് കൊടുക്കുക, ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കപ്പ് ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ വൈബ്രേറ്റ് ചെയ്ത് നന്നായിട്ട് ഇളക്കി അടിയിലോട്ട് നമ്മൾ കുത്തി ഇറക്കണം. ഇതുപോലെ തന്നെ ചെയ്യുക, കാരണം നല്ലപോലെ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഗ്യാപ്പിലോട്ടൊക്കെ, പിന്നെ വലിയ കല്ലിന് ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലോട്ട് ഈ ചെറിയ ചെറിയ പൊടിക്കല്ലുകൾ ഇറങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് കുത്തി കൊടുക്കുക, അതുപോലെ തട്ടി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളിത് ഫില്ലായിട്ടുണ്ട് ഏകദേശം. അതിൽ ചെറിയ കല്ലുണ്ട്, വലിയ കല്ലുണ്ട്. ഓക്കെ, ഈ കപ്പ് ഒരിക്കലും ഫില്ലാക്കരുത്. ഇനി നമുക്ക് ഗ്രൗട്ട് ആവശ്യമാണ്. ഈ ഗ്രൗട്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ സെയിം ഗ്രൗട്ട് തന്നെയാണ്, അതായത് കുറച്ച് തിക്കായിട്ടുള്ള, ലൂസാവരുത്, തിക്കായിട്ടുള്ള. കാരണം ലൂസായി കഴിഞ്ഞാൽ ഇതിലോട്ട് ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലോട്ട് താഴത്തോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കല്ലൊക്കെ കവർ ചെയ്ത് നിൽക്കും. അപ്പോൾ ആ രൂപത്തിൽ നമുക്കൊരു വിചാരിച്ച രൂപത്തിൽ നമുക്ക് സാധനം കിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കവർ ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ കവറായിട്ട് നിൽക്കും. പുറത്തേക്കൊന്നും കല്ല് ഒരിക്കലും കാണില്ല, പക്ഷെ കാണുമ്പോഴാണ് ഇതിന് ഭംഗി. അപ്പോൾ അതിന് ടൈറ്റായിട്ട് തന്നെ വേണം നമ്മൾ ഇതിന് മുകളിൽ തേർഡ് ലെയർ ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രൗട്ടിനെ നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് തിക്കായിട്ടുള്ള ഗ്രൗട്ട് യൂസ് ചെയ്യുക. ഈ പോട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സിമൻറ്റ് ആവശ്യം വരുന്നില്ല, കുറച്ച് സിമൻറ്റ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ആ കല്ലാണ്. അപ്പോൾ അതിലോട്ട് ഇറങ്ങി നിൽക്കുന്ന സിമൻറ്റ് മാത്രമേ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ബാലൻസുള്ള കല്ലാണിത്. ഇപ്പോൾ നമ്മൾ ഇത്രയും ഫില്ല് ചെയ്ത് വെച്ചു. ഇനി 24 hours നമ്മളിത് ഡ്രൈ ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 24 hours കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇനി ഇത് എടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഞാനിതിൽ ഇട്ടിരുന്ന മണൽ മാറ്റി. ഇനി നമ്മൾ ഈ അകത്ത് വെച്ചിട്ടുള്ള ആ റോളർ നമ്മൾ എടുത്ത് മാറ്റാൻ വളരെ സിമ്പിളാണ്. കാരണം പേപ്പർ ആകുമ്പോൾ പെട്ടെന്ന് എടുത്ത് മാറ്റാനായിട്ട് നമുക്ക് കഴിയും. വല്ല പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആകുമ്പോഴാണ് റിസ്ക് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ പേപ്പർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാനായിട്ട് പറ്റും. അതാണ് ഞാൻ പേപ്പർ യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തിരിച്ചെടുക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് തിരിച്ചെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ നല്ലപോലെ നമുക്കത് റിസ്ക് ഇല്ല എടുക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ചുടുവെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ചുടുവെള്ളം ഉപയോഗിക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റിമൂവ് ആയിട്ട് താഴോട്ട് ലൂസായിട്ട് ചാടും. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് ഇതിന്മേൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ചാടിയിട്ടുണ്ട്, കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മൾ ആ കല്ല് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സിമൻ്റൊന്നും അതിലോട്ട് ഇറങ്ങി നിന്നിട്ടില്ല. ഇത് സിമൻറ്റ് ഉപയോഗിച്ച് ഫില്ലായിട്ടുമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫില്ലായിട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ലൂസായിട്ട് ഗ്രൗട്ട് കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ നേരത്തെ തെർമോക്കോൾ, നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തെർമോക്കോൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എടുക്കാൻ പോകണം. അപ്പോൾ ആ ഭാഗം കുറച്ച് കവറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൊളിച്ചിട്ട് നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പോൾ എടുക്കുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വിചാരിച്ച രൂപത്തിൽ തന്നെ 4 ലെഗും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തിനാണ് ഞാൻ ആ തെർമോക്കോൾ അങ്ങനെ ഷേപ്പായിട്ട് വെച്ചിട്ടുള്ളതെന്ന്.
വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഇല്ലാതെ 4 ലെഗും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം, അതായത് ഈ ഹോളിലൂടെ വെള്ളം പോകുമ്പോൾ കെട്ടി നിൽക്കില്ല. കാരണം ഇത് ഫ്ലോറിൽ വെക്കുമ്പോൾ ഫ്ലോറിൽ നമ്മൾ അങ്ങനെയാണ് പ്രസ്സായി നിൽക്കും. പക്ഷേ ഈ ലെഗ് ഉണ്ടാകുമ്പോൾ ആ ഒരു വെള്ളം പോകാനായിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കും. അതിനാണ് ഈ 4 ലെഗും നമ്മൾ ഉണ്ടാക്കുന്നത്. മാത്രമല്ല കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. ഓക്കെ, ഇതുപോലെ പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ 4 സൈഡ് ഫിനിഷ് ചെയ്യാം. നൈഫ് വെച്ചിട്ടൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളൊരു ചെറിയ ബ്രഷ്, നമ്മൾ പല്ല് തേക്കുന്ന ഒരു ബ്രഷൊക്കെ, വേണ്ടാത്ത ബ്രഷൊക്കെ ഉണ്ടാവും, അത് ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഒന്ന് നല്ലപോലെ വെള്ളം ഉപയോഗിച്ചിട്ട് മുകളിലുള്ള സിമെൻറ്റൊക്കെ മാറ്റുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ചട്ടി വിചാരിച്ച രൂപത്തിലുള്ള നല്ലൊരു നാച്ചുറലായിട്ടുള്ള നമ്മുടെ ചരൽ ഉപയോഗിച്ചിട്ടുള്ള ചട്ടി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനതിൽ ചെടി വെക്കുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.